Good morning, dear students. കുട്ടികൾ നിങ്ങൾക്കറിയാം നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നത് ടെറിഡോഫൈറ്റ് ആയിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ട് ബ്രേക്കിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം എന്നോട്. ഞാൻ ഇന്ന് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയണം. നൗ നമ്മൾ ജിംനോസ്പേം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ടോട്ടലി പ്ലാന്റുകൾ രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്ന് ക്രിപ്റ്റോ ഗെയിംസ്, മറ്റൊന്ന് ഫെനറോ ഗെയിംസ് ആണ്. ക്രിപ്റ്റോ ഗെയിംസ് എന്ന് പറയുന്നത് പൂക്കളില്ലാത്ത ചെടികളും ഫെനറോ ഗെയിംസ് എന്ന് പറയുന്നത് പൂക്കളുള്ള ചെടികളുമാണ്. അപ്പൊ ഈ പൂക്കളില്ലാത്ത ചെടികളെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. ആൽഗയുണ്ട്, ബ്രയോഫൈറ്റ് ഉണ്ട്, ടെറിഡോഫൈറ്റ് ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഫെനറോ ഗെയിംസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് പറയുന്നത്. ഫെനറോ ഗെയിംസ് എന്ന് പറയുന്നത് പൂക്കള് ഉള്ള ചെടികളാണ്. അതിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒന്ന് ജിംനോസ്പേമും മറ്റൊന്ന് ആൻജിയോസ്പേമുമാണ്. ജിംനോസ്പേം ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടിന്റെ മുറ്റത്തുള്ള അല്ലെങ്കിൽ പറമ്പിലുള്ള ഈന്ത് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈന്ത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹലോ, ഓക്കെ. ആ ഈന്ത് എന്ന് പറയുന്നത് ജിംനോസ്പേം ആണ്. ഈന്തിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് സൈക്കസ് എന്നാണ്. സൈക്കസ് റെവല്യൂട്ട എന്നാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈന്ത്. ഒരു പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷെ പഴയ ആളുകൾക്ക് അറിയാം. അപ്പൊ നിങ്ങളുടെ പാരന്റ്സിനൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള പരിപാടിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഈന്തിന്റെ പട്ടയായിരുന്നു. നമ്മളെ കല്യാണ വീടുകളിലൊക്കെ അലങ്കരിക്കാൻ വേണ്ടി. ഇപ്പൊ നബിദിനം വരുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഒരു കൊടി, ഈ പറയുന്ന ജിംനോസ്പേം എന്ന് പറയുന്ന ചെടിയുടെ ഒരു തണ്ടിലാണ് കെട്ടുക. അതിന്റെ റാച്ചിസ് അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രമേൽ നമ്മൾ ഓരോരുത്തരുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ചെടി കൂടിയാണ് ഈ പറയുന്ന ജിംനോസ്പേം എന്ന് പറയുന്ന ഗ്രൂപ്പ്. സ്ലൈഡ് മാറിയിട്ടുണ്ടല്ലോ അല്ലെ? ഇല്ലേ? ഓക്കെ. സോ വാട്ട് ഈസ് ആക്ച്വലി ജിംനോസ്പേം? നോക്കൂ കുട്ടികളെ, നിങ്ങളിവിടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ വീട്ടിലൊക്കെ ഈന്തിന്റെ പൊടി പൊടിച്ചിട്ട് അതില് കുറച്ച് ചിക്കൻ ഒക്കെ കൂട്ടി കഴിക്കാറുണ്ട്. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഈ ക്ലാസ്സിൽ? ആരെങ്കിലും ഉണ്ടോ? കഴിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ പറയാ? അവിടെ എടപ്പാളർ എന്താ പറയാ അതിന്? ഈന്തുംപിടി. ഈന്തുംപിടി എന്നാണ്. വെരി ഗുഡ്. ഇതിൽ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ കൂടെ ബീഫോ ചിക്കനൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചാൽ നല്ലതാണ്. കാരണം അതിന്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാർച്ച് ഉണ്ട്. ആ സ്റ്റാർച്ചിന്റെ പേര് സാഗോ സ്റ്റാർച്ച് ആണ്. ഇതാണ് സംഭവം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ, ഇല്ലേ? കാണാത്താലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നിങ്ങൾ വീട്ടിന്റെ പറമ്പിലുണ്ട് ഈ സാധനം. ഇടയ്ക്ക് നിങ്ങൾ വീട്ടിന്റെ ഉള്ളില് വാട്സാപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ പറമ്പിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഇതുവരെ ഒരു വളവും ഇടാത്ത ഒരു ചെടിയുണ്ട്. അതിന്റെ പേരാണ് ജിംനോസ്പേം. ഇതിന്റെ ഉള്ളിൽ സ്റ്റാർച്ച് ഉണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പൊ എന്താണ് ജിംനോസ്പേം? ജിംനോസ് എന്ന് പറയുന്നത് നെയ്ക്കഡ് എന്നാണ്. നെയ്ക്കഡ് സീഡാണ്. സാധാരണ നമുക്കറിയാം ഒരു സീഡ് എന്ന് പറയുന്നത് ഫ്രൂട്ടിന്റെ ഉള്ളിലാണ്, അല്ലെ? മാങ്ങ ആണെങ്കിൽ മാങ്ങന്റെ ഉള്ളിൽ നമുക്കറിയാം ഒരു സീഡ് ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് ഫ്രൂട്ടും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ദർ ഇസ് നോ കവറിങ്. ഒരു തരത്തിലുള്ള കവറിങ്ങും അതിനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നെയ്ക്കഡ് സീഡഡ് ഫെനറോ ഗെയിംസ് എന്ന് പറയുന്നത്. അതായത് സീഡ് നെയ്ക്കഡ് ആണ്. സോ വാട്ട് ഈസ് ജിംനോസ്പേം? ജിംനോസ് മീൻസ് നെയ്ക്കഡ്, സ്പെർമ മീൻസ് സീഡ്. നെയ്ക്കഡ് സീഡ്സ് കാണുന്ന ഇതാണ് നെയ്ക്കഡ് സീഡ്സ്. അതായത് ഇത് യാതൊരു വിധത്തിലെ ഫ്രൂട്ടിന്റെ ഉള്ളിലും അല്ല നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ജിംനോസ്പേം. They are the plants in which the ovules are not enclosed by ovary wall. ഇവിടെ ഓവ്യൂൾ ഉണ്ട്. നമുക്കറിയാം ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂൾ ബിക്കം സീഡ് ആവും എന്നാ പറയാം. ഇവിടുത്തെ ഒരു പ്രത്യേകത, the ovules are not enclosed by ovary wall. ഓവറി വാൾ കൊണ്ട് ചുറ്റപ്പെട്ടതല്ല ഈ പറയുന്ന ഓവ്യൂൾ. ആൻഡ് റിമെയിൻ എക്സ്പോസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഇത് ഫെർട്ടിലൈസേഷന് മുമ്പ് തന്നെ എക്സ്പോസ്ഡ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ജിംനോസ്പേം എന്ന് പറയുന്നത് ഫ്രൂട്ടിന്റെ ഉള്ളിലല്ല, സീഡ് തന്നെ ആയിട്ട് പുറത്ത് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ആണ് ജിംനോസ്പേം. സീഡ്സ് ദാറ്റ് ഡെവലപ്പ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആർ നോട്ട് കവേർഡ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ശേഷം നമുക്കറിയാം ഓവ്യൂൾ ബിക്കം സീഡ് ആവും എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സീഡ് ഒരു തരത്തിലും കവർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ജിംനോസ്പേമിന്റെ ക്യാരക്ടർ. അപ്പോ ഈ കാണുന്നതാണ് ജിംനോസ്പേം. നമ്മുടെ വീട്ടിലുള്ള ജിംനോസ്പേമിന്റെ ശാസ്ത്രീയ നാമം സൈക്കസ് എന്നാണ്. ഈ കാണുന്ന സൈക്കസിന്റെ ഓവ്യൂൾ ആണ്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സീഡ് സ്ട്രക്ചർ കാണുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി ജിംനോസ്പേം. പ്ലീസ് ടേക്ക് ഡൗൺ. എഴുതി കഴിഞ്ഞോ?
വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടാവും, നന്നായി ആവുന്നുണ്ടാവും. ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ എഴുതിയോ? ഇത് എഴുതിയോ? എഴുതിയോ നിങ്ങള്? ഓക്കെ. ഈ നെക്സ്റ്റ് സ്ലൈഡ് വന്നിട്ടുണ്ടല്ലോ അല്ലെ? വന്നോ? വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ജിംനോസ്പെർമിന്റെ ഓവ്യൂൾ എന്താണ് എന്ന് നോക്കാം. നോക്കൂ, ജിംനോസ്പെർമ്സ് ആർ പ്ലാന്റ്സ് ഇൻ വിച്ച് ദ ഓവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് by ovary wall and remain exposed before and after fertilization. ഇതാണ് യഥാർത്ഥത്തിൽ ജിംനോസ്പെർം അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഈ പറയുന്ന ജിംനോസ്പെർമിന്റെ ഓവ്യൂൾ. ഇത് നിങ്ങളൊന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വെക്കണം, കാരണം പലപ്പോഴും ഇത് കമ്പയർ ചെയ്തുകൊണ്ട് ചോദിക്കാറുണ്ട്. ഇത് ജിംനോസ്പെർമിന്റെ ഓവ്യൂൾ ആണ്. നോക്കൂ, നിങ്ങൾ വളരെ പ്രിമിറ്റീവായ ഓവ്യൂൾ ആണ്. പ്രത്യേകിച്ച് വലിയ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കണം ഈ രണ്ടും. ഇത് ജിംനോസ്പെർമിന്റെ ഓവ്യൂൾ ആണ്, ഇത് ആൻജിയോസ്പെർമിന്റെ ഓവ്യൂൾ ആണ്. ജിംനോസ്പെർമിന്റെ ഓവ്യൂൾ നമുക്കറിയാം വളരെ ചെറിയ സ്ട്രക്ചർ ആണ്. ഒരു ന്യൂക്ലിയസ്, ഇൻഡഗ്മെന്റ്, മൈക്രോപൈൽ. ഇൻഡഗ്മെന്റ് എന്ന് പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഇവിടെ ഒരു മെഗാസ്പോർ ഉണ്ട്, ഒരു മൈക്രോപൈലും ഉണ്ട്. ഇത് പൊള്ളൻ ഗ്രെയിൻസ് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണ് ആൻജിയോസ്പെർമിന്റെ ഓവ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും ആൻജിയോസ്പെർം പഠിക്കുമ്പോൾ. നോക്കൂ, നിങ്ങൾ കമ്പയറിംഗ് ഓഫ് ജിംനോസ്പെർം ഓവ്യൂൾ ആൻഡ് ആൻജിയോസ്പെർം ഓവ്യൂൾ, you can see the modified and most complicated structure with regard to the angiosperm. ഇവിടെ സ്റ്റൈൽ ഉണ്ട്, ഇൻഡഗ്മെന്റ്സ് ഉണ്ട്, ഓവറി വാൾ ഉണ്ട്, ന്യൂസിൽ, അങ്ങനെ വലിയ 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 രീതിയിലുള്ള സ്ട്രക്ചർ ഉള്ള ഒന്നാണ് ആൻജിയോസ്പെർമിന്റെ ഓവ്യൂൾ. സോ ജസ്റ്റ് കമ്പയർ ആൻഡ് ഡ്രോ ദ ഡയഗ്രാം ഓഫ് ജിംനോസ്പെർം ആൻഡ് ആൻജിയോസ്പെർം ഓവ്യൂൾ പ്ലീസ്. വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം പെട്ടെന്ന്. പെട്ടെന്ന് വരച്ചാൽ മതി, ഒരുപാട് സമയം എടുക്കരുത്. ഹലോ, കുട്ടികളെ വരച്ചോ? നിത? കഴിഞ്ഞു. ഓക്കെ. ഇത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഇൻഫർമേഷൻ ആണ് ഞാനിവിടെ പറയുന്നത്. നോക്കൂ കുട്ടികളെ, ഇവിടെ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ നമ്മൾ പറയാ സെക്കോയ എന്നതാണ്. ഏറ്റവും ചെറിയ പ്ലാന്റ് ഏതാണ്? ആരെങ്കിലും ഒരാൾ പറയൂ ക്ലാസ്സിലെ. ഏറ്റവും ചെറിയ പ്ലാന്റ് ഏതാണ്? ഹലോ നിത? അറിയില്ല സാർ. വലിയ പ്ലാന്റിന്റെ പേരെന്താ? സെക്യൂർ. ചെറിയ പ്ലാന്റിന്റെ പേര് അറിയുന്ന ആരെങ്കിലും ഈ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. നിങ്ങൾ +1 ഇത്രമേൽ മാർക്ക് വാങ്ങിയിട്ട് എത്തിയ കുട്ടികളാണ്. 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഏറ്റവും ചെറിയ പ്ലാന്റ് ഏതാണ്, ഏറ്റവും വലിയ പ്ലാന്റ് ഏതാണ്? നിങ്ങളെ വീട്ടിൽ അനിയത്തി ഉണ്ടെങ്കിൽ, അനിയന്മാരുണ്ടെങ്കിൽ അവരുടെ ബുക്കിൽ 5ാം ക്ലാസ് സയൻസിൽ കൊടുത്തിരിക്കുന്ന ഒന്നാണ് ഏറ്റവും ചെറിയ പ്ലാന്റ്. ആരെങ്കിലും പറയുന്നുണ്ടേ പറയല്ലേ, ഞാൻ പറയാം. ഓക്കെ, വോൾഫിയ എന്നതാണ് ലോകത്തെ ഏറ്റവും ചെറിയ പ്ലാന്റ്. വോൾഫിയ. ഏറ്റവും വലിയ പ്ലാന്റ് സെക്കോയാണ്. ആ വലിയ പ്ലാന്റ് വരുന്നത് ജിംനോസ്പെർമിലാണ്. അപ്പൊ നിങ്ങൾ ഇപ്പം കോവിഡ് ആയതുകൊണ്ടാണ്, അല്ലെ നിങ്ങൾ ഇടയ്ക്ക് ടൂർ പോകാറുണ്ടാവും ഫാമിലി ആയിട്ട്. ഇപ്പൊ കൊടൈക്കനാൽ, ഊട്ടിയൊക്കെ നിങ്ങൾ പോവാണെങ്കിൽ റോഡ് സൈഡിൽ വളർന്നു നിൽക്കുന്ന വലിയ സെക്കോയ പ്ലാന്റുകളുണ്ട്. ഇതിന്റെ ഉള്ളിലൂടെ ലോറിയൊക്കെ പോകാറുണ്ടെന്ന് പറയാം. റോഡിൽ അതിന്റെ ഉള്ളിലൂടെ റോഡാക്കി, എന്നാൽ പോലും ആ പ്ലാന്റിന് ഒന്നും സംഭവിക്കില്ല. അപ്പൊ അത്രയും പഴക്കമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് കൂടിയാണ് ഈ പറയുന്ന സെക്കോയ എന്ന് പറയുന്നത്. See, they include medium-sized trees or tall trees and shrubs.
ഇതിൽ വലിയ ചെടികളുണ്ട്, മീഡിയം സൈസ് ഉണ്ട്, ഷ്രബ്സും ഉണ്ട്. ദ ജിംനോസ്പേം സെക്കോയ, അതിന് പറയുന്ന പേര് തന്നെ ജയന്റ് റെഡ് വുഡ് ആണ്. ഏറ്റവും കൂടുതൽ എൻട്രൻസിന് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെഡ് വുഡ് എന്താന്നുള്ളത്. റെഡ് വുഡ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. റെഡ് വുഡ് ഈസ് ദ ടോളസ്റ്റ് ട്രീ സ്പീഷീസ്. ലോകത്തെ ഏറ്റവും വലിയ ചെടി ഏതാന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് സെക്കോയ ആണ്. അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരെന്താണ്? എന്താണ് പേര് കുട്ടികളെ? പറയൂ. Giant redwood. ഓക്കെ, ജയന്റ് റെഡ് വുഡ് ആണ്. സോ റിമെമ്പർ ഇറ്റ് ഈസ് എ എൻട്രൻസ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സെക്കോയ എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ദ മോസ്റ്റ് ടോളസ്റ്റ് പ്ലാന്റ് ഇൻ ദ വേൾഡ്. ഇറ്റ് ഈസ് ബിലോങ് ടു ജിംനോസ്പേം. എഴുതിയല്ലോ അല്ലെ? ഇവിടെ നിങ്ങൾ കുറെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടുണ്ടോ? കണ്ടോ? കണ്ടു. അപ്പൊ മനസ്സിലാക്കേണ്ട അത്രയും വലുപ്പമുണ്ട് ആ ചെടിക്ക് എന്നുള്ളതാണ്. നൗ അനദർ വൺ, ജിംനോസ്പേമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദ റൂട്ട്സ് ആർ ജനറലി ടാപ്പ് റൂട്ട് ആണ്. റൂട്ട് നമുക്കറിയാം, രണ്ട് ടൈപ്പ് റൂട്ട് ഉണ്ട്. ഫൈബ്രസ് റൂട്ട് ഉണ്ട്, ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നമ്മൾ നോർമൽ ആയിരിക്കുന്ന റൈസ് പ്ലാന്റ് മോണോക്കോട്ടിലൊക്കെ കാണുന്നത് ഫൈബ്രസ് റൂട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാം ടാപ്പ് റൂട്ടാണ്. Roots in some genera have fungal association in the form of mycorrhiza. Example, Pinus. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ പ്ലാന്റിന്റെ, പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ഈന്തിന്റെ വേരിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടാവും. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്കോ മീൻസ് ഫംഗസ് ആണ്, റൈസ മീൻസ് റൂട്ട്. അപ്പൊ ഫംഗസും റൂട്ടും തമ്മിൽ ഒരു അസോസിയേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അവർക്ക് വളം ലഭിക്കുന്നതൊക്കെ, ന്യൂട്രിയൻസ് ലഭിക്കുന്നതൊക്കെ ഈ വഴിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈനസ് എന്ന് പറയുന്ന ഒരു ജിംനോസ്പേം ഉണ്ട്. നേരത്തെ ഞാൻ സൈക്കസ് പറഞ്ഞു, രണ്ടാമത്തത് സെക്കോയ പറഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ ഒരു ജിംനോസ്പേമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. എന്താണ് അതിന്റെ പേര്? അതിന്റെ പേരെന്താണ്? പൈനസ്. പൈനസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫംഗൽ അസോസിയേഷൻ ഉണ്ട് എന്ന് പറയാം. ഫംഗൽ അസോസിയേഷൻ എന്ന് വെച്ചാൽ ഒരു ഫംഗസ്, നമ്മൾ വീട്ടിലൊക്കെ കാണപ്പെടുന്ന ഫംഗസ് ഈ പറയുന്ന പ്ലാന്റിന്റെ റൂട്ടിൽ അസോസിയേഷൻ. ഇതാണ് ആ പൈനസ് എന്ന് പറയുന്നത്. കാറ്റാടി പോലെയുള്ള മരമാണ്. ഇപ്പൊ നിങ്ങൾ തിരൂര് പോവാണെങ്കിൽ, തിരൂര് ഉള്ള ആരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടോ? തിരൂരുള്ള? തിരൂരിൽ അവിടെ ഒരു കോളേജ് ഉണ്ട്. തിരൂർ തുഞ്ചൻ പറമ്പിൽ ഒരു കോളേജ് ഉണ്ട്, അറിയോ? ആ ബീച്ച് സൈഡിലുള്ള ഒരു കോളേജിന്റെ മുമ്പിൽ പോവാണെങ്കിൽ ആ ക്യാമ്പസിൽ ഇഷ്ടംപോലെ ഈ പൈൻ മരങ്ങളുണ്ട്. കാറ്റാടി എന്ന് നമ്മൾ പറയാം ഈ കാറ്റാടി മരം. ഈ കാറ്റാടി മരത്തിന്റെ ഉള്ളിൽ പൈനസ് പോലെയുള്ള മരങ്ങൾക്കുള്ളിൽ നമ്മൾ റൂട്ട് നോക്കുകയാണ്. ആ റൂട്ടിൽ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള എന്തുണ്ടാവും? മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടാവും. സോ ദാറ്റ് അസോസിയേഷൻ, ഇതാണ് അതിന്റെ വലിയ ചിത്രം. ഇങ്ങനെ ഉണ്ടാവുക. ഇതിന്റെ ഡയഗ്രമാറ്റിക് ആണ്. ഇതൊരു ഫംഗസ് ആണ്. ഈ ഫംഗസ് എപ്പോഴും പ്ലാന്റിന് വളം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അപ്പൊ നമ്മളെ പോയിന്റ് എന്താണ്? ജിംനോസ്പേമിലെ റൂട്ട് നമ്മൾ പറഞ്ഞു, അത് ടാപ്പ് റൂട്ട് ആണ്. അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ ഒരു മൈക്കോറൈസ എന്നാണ്. മൈക്കോ മീൻസ് ഫംഗസ്, റൈസ മീൻസ് റൂട്ട്. ഫംഗസും റൂട്ടും തമ്മിൽ അസോസിയേഷൻ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പൈനസ് ആണ്. ഓർത്ത് വെക്കണം, നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷ പ്രാക്ടിക്കൽ, നമ്മുടെ നോർമൽ പബ്ലിക് എക്സാമിനും ഇത് ചോദിക്കാം. നൗ ഇങ്ങനെയാണ് ആ റൂട്ട് ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട റൂട്ട്. ഈ പറയുന്ന ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോറല്ലോഡ് റൂട്ട് എന്നാ പറയാം. കോറല്ലോഡ് റൂട്ട്. കോറല്ലോഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് ദ റൂട്ട് വിച്ച് കണ്ടെയ്ൻ ഫംഗസ് ഇൻ പ്ലാന്റ് ലൈക്ക് സൈക്കസ്. ഇതാണ് സൈക്കസ്, സ്മോൾ സ്പെഷ്യലൈസ്ഡ് റൂട്ട്. വളരെ ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റൂട്ടാണ്. ഈ റൂട്ടിന്റെ പേര് കോറല്ലോഡ് റൂട്ടാണ്. ആർ അസോസിയേറ്റഡ് വിത്ത് നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയ. അപ്പൊ ഈ പറയുന്ന ആളുകൾ എപ്പോഴും നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സയനോബാക്ടീരിയയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സയനോബാക്ടീരിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ കിടക്കുന്നത്. അപ്പൊ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് പൈനസിൽ മൈക്കോറൈസ ഉണ്ട്, രണ്ടാമത്തത് സൈക്കസിൽ കോറല്ലോഡ് റൂട്ട് ഉണ്ട്. ഈ കോറല്ലോഡ് റൂട്ട് എന്തിനാ സഹായിക്കുന്നത്? നൈട്രജന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളൂടെ ഉണ്ട്. അതിന്റെ പേര് സയനോബാക്ടീരിയ എന്നാണ്. അപ്പോ സൈക്കസിന്റെ ഉള്ളിലുള്ളത് സയനോബാക്ടീരിയ ആണ്, അതേസമയം പൈനസിന്റെ ഉള്ളത് ഫംഗസ് ആണ്. ഇത് രണ്ടും തന്നെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കണം. അവിടെയുള്ളത് മൈക്കോറൈസൽ അസോസിയേഷൻ ആണ്, ഇവിടെയുള്ളത് സയനോബാക്ടീരിയൽ അസോസിയേഷൻ ആണ്. സയനോബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു ആൽഗയാണ്. ആ അസോസിയേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റൂട്ടിന്റെ പേര് കോറല്ലോഡ് റൂട്ട് എന്നാണ്. ക്ലിയർ ആണോ? ഓക്കെ, എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. നൗ ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് 2-3 ആൾക്കാരെ പരിചയപ്പെടുത്താം. ഇതാണ് പൈനസ്. നിങ്ങൾ ഇനി തിരുവിക്കൂട് പോകുമ്പോൾ നോക്കിയാൽ മതി. ദിസ് ഇസ് പൈനസ്. വേറൊരാളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ദിസ് ഇസ് കോൾഡ് സിഡ്രസ്.
സിഡ്രസ്. ഇത് നമുക്ക് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ കാണാം. ഇതാണ് നമ്മൾ കാണുന്ന സൈക്കസ് പിന്നേറ്റയുടെ ലീഫ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ അലങ്കാരം നടത്തി. ഇങ്ങനെ നിങ്ങൾ അവിടെ എവിടെങ്കിലും അലങ്കാരങ്ങൾ നടത്താമെന്ന് കണ്ടിട്ടുണ്ടോ കല്യാണ വീടുകളിൽ? നിങ്ങൾ കണ്ടിട്ടില്ല? ഓക്കെ. അപ്പൊ ഇനി പണ്ടുണ്ടായിരുന്നു, നിങ്ങളെ പാരന്റ്സിനോട് ചോദിച്ചാൽ മതി. എനിവേ, ദിസ് ഇസ് കോൾഡ് പൈനസ് നീഡിൽ ലൈക്ക് ലീഫ്. ഇത് പൈനസിന്റെ നീഡിൽ പോലെയുള്ള ലീഫാണ്. ഇത് ഇതുകൊണ്ട് നമ്മൾ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ സൈക്കസിന്റെ ഇതുകൊണ്ട് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പന്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വാട്സപ്പിലായതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ പ്രസക്തി ഇല്ല. പണ്ട് നമ്മളെ പോലെയുള്ള ആളുകളുടെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സൈക്കസിന്റെ ലീഫുമായിട്ടായിരുന്നു. എനിവേ, ദാറ്റ് ഇസ് എ ഹിസ്റ്ററി. നൗ ജിംനോസ്പേമിന്റെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്ന്, സ്റ്റെം ആർ അൺബ്രാഞ്ചഡ്. സ്റ്റെം അൺബ്രാഞ്ചഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈന്തിന് ബ്രാഞ്ച് ഉണ്ടോ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയാതെ സ്റ്റെം ആർ കോമൺലി ദേ ആർ അൺബ്രാഞ്ചഡ്. എക്സാമ്പിൾ സൈക്കസ് ഓർ ബ്രാഞ്ചഡ്. അതേസമയം ബ്രാഞ്ച് ഉള്ള ആൾക്കാരുണ്ട്. ബ്രാഞ്ച് ആർക്കൊക്കെ ഉള്ളത്? പൈനസിനും ഉണ്ട്, സിഡ്രസിനും ഉണ്ട്. ആർക്കൊക്കെ ഉള്ളത്? പൈനസ് ആൻഡ് സിഡ്രസ്. ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. പൈനസ് ആൻഡ് സിഡ്രസ്. ലീവ്സ് ആർ സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ലീവ്സ് രണ്ട് രീതിയിലാണ്, സിമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിരിക്കും. അത് നിങ്ങൾ മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലീഫ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മോർഫോളജി ക്ലാസ് കഴിഞ്ഞോ? അല്ലേ? മോർഫോളജി എടുത്തിട്ടില്ല? അവിടെ നോക്കിയാൽ നിങ്ങൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലീഫ് ഉണ്ട്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള ലീഫാണ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലീഫിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ബ്രാഞ്ച് ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന ലീഫാണ്. ദേ ആർ വെൽ അഡാപ്റ്റഡ് ടു വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീം ടെമ്പറേച്ചർ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ മുഴുവൻ ചൂടുണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനെ ചിരിച്ചു നിൽക്കും പച്ച കളറിൽ. അതിന്റെ അർത്ഥം അത്രയും ടോളറന്റ് ആണ്. ടോളറന്റ് എന്ന് പറഞ്ഞാൽ അതിജീവിക്കുന്ന ആൾക്കാരാണ്. ഏത് ചൂടിലും വളരുന്ന ഒന്നാണ് ഈ പറയുന്ന ജിംനോസ്പേം. ദെൻ അതേപോലെ ആരൊക്കെ അത് അതിജീവിക്കും? നല്ല തണുപ്പിനെ അതിജീവിക്കും. അതുകൊണ്ടാണ് ഊട്ടിയിലും കൊടൈക്കനാലും ഈ ചെടി ഉണ്ടാവുന്നത്. വിൻഡിനെ, വലിയ കാറ്റിനെ ഇത് അതിജീവിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബീച്ച് സൈഡിൽ ഏറ്റവും കൂടുതൽ ഈ ജിംനോസ്പേം നടന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബീച്ചിൽ നന്നായിട്ട് കാറ്റുണ്ടാകുന്ന സ്ഥലമാണ്. വേറെ ഏത് പ്ലാന്റ് ആണെങ്കിലും മുറിഞ്ഞു പോകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബീച്ചിലുള്ള ഒരു പൈൻ മരങ്ങളും കാറ്റാടി മരവും വീണു പോയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് കാറ്റ് വന്നു കഴിഞ്ഞാലും വീണു പോവാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ വീട്ടിന്റെ അടുത്തോടുള്ള തിരൂർക്കാരി ഒന്ന് നോക്കിയാൽ മതി. അവിടെ ഒരു പൈനസ് മരവും പോലും വീണു പോയിട്ടില്ല. കാരണം അത് കാറ്റിനെ അതിജീവിക്കും. ഇൻ സൈക്കസ് ദ പിന്നേറ്റ് ലീവ്സ് പെർസിസ്റ്റ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. സൈക്കസ് എന്ന് പറയുന്ന മരത്തിൽ, നമ്മൾ പറയുന്ന ഏന്തില് പിന്നേറ്റ് ലീവ്സ് ഉണ്ട്. പിന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് പിന്നേറ്റ്. ഇത് കുറെ കാലത്തേക്ക് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ചില സ്ഥലത്തൊക്കെ കുട്ടികൾ പന്തൽ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. ഏപ്രിൽ മെയ് മാസത്തിൽ കുട്ടികൾ പന്തൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും, കളിക്കും. ഓക്കെ, അതിന്റെ അർത്ഥം ഇത് ഒരുപാട് കാലം നിൽക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇൻ കോണിഫേഴ്സ്, അതേസമയം പൈനസും സിട്രസും കോണിഫർ ആണ്. കോണിഫർ എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ് ഉണ്ടാവും. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഊട്ടിയിൽ പോവാണെങ്കിൽ, കൊടൈക്കനാലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു സാധനം കളക്ട് ചെയ്യാറുണ്ട്. ഒരു ഷെല്ല് പോലത്തെ ഒരു സാധനം. ആരെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടോ? ഹലോ കുട്ടികളെ, ഹലോ. ഞാൻ കാണിച്ചു തരാം എന്താണ് ഈ ഷെൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, സൈക്കസ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലീഫ് പെർസിസ്റ്റന്റ് ആണ്, ഒരുപാട് കാലം നിൽക്കും. അതേസമയം പൈനസ് പ്ലാന്റിന്റെ പ്രത്യേകത, പൈനസും സിട്രസും ദ നീഡിൽ ലൈക്ക് ലീവ്സ് റെഡ്യൂസ് ദ സർഫസ് ഏരിയ. ഇതിന്റെ ലീഫ് ഏരിയ വളരെ സർഫസ് ഏരിയ കുറയ്ക്കും. കാരണം അതിന് വെള്ളം ഒരുപാട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ലീഫ് അതിന്റെ സൈസ് കുറച്ചിരിക്കുന്നത്. ദേ ആർ തിക്ക് ക്യൂട്ടിക്കിൾ. ഈ ലീഫിന് ചുറ്റിലും ഒരു ക്യൂട്ടിക്കിൾ ഉണ്ട്. ആൻഡ് സങ്കൺ സ്റ്റൊമാറ്റ ആൾസോ ഹെൽപ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളോട് പബ്ലിക് എക്സാമിന് ചോദിക്കും, എന്തുകൊണ്ടാണ് വൈ the pinus and citrus plants are growing in extreme humid condition? What are the important adaptation? എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവരുടെ ലീഫ് നീഡിൽ ലൈക്ക് ആണ്. രണ്ടാമത്തത്, they are thick cuticle and sunken stomata also help to reduce water loss. ഇവരുടെ തിക്ക് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ട്. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ലീഫിന് മുകളിലുള്ള ഒരു കോട്ടിംഗ് ആണ്. അതേപോലെ സങ്കൺ സ്റ്റൊമാറ്റയുണ്ട്. സ്റ്റൊമാറ്റ ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് സ്റ്റൊമാറ്റയാണ്. ഇതെല്ലാം കൊണ്ടും ഈ പറയുന്ന പ്രത്യേകത ഉള്ളത് കൊണ്ടും തന്നെ
ചെടികൾക്ക് പ്രത്യേകിച്ച് ജിംനോസ്പെർമിനെ ഏത് സാഹചര്യത്തിലും അതിജീവിക്കാൻ കഴിയും. സോ റിമെമ്പർ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ജിംനോസ്പെർം ടുവേർഡ്സ് ദ എക്സ്ട്രീം കണ്ടീഷൻ. ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെയാണ് ജിംനോസ്പെർം അതിജീവിക്കുന്നത്? അതിന്റെ ഉത്തരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എഴുതി കഴിഞ്ഞോ? യെസ് സർ, കഴിഞ്ഞു. ഓക്കെ. ഇത് നിങ്ങൾ വീട്ടിൽ കാണുന്നുണ്ടാവും. ഇത് നിങ്ങൾ വീട്ടിൽ വളരെ മനോഹരമായിട്ട് ചിലപ്പം ഒരു സാധാരണ ഇത് ഫ്ലവർ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഏപ്രിലൊക്കെ ആയിരിക്കും, ചിലപ്പം ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും. ഇത് പലതരത്തിലുള്ള കോണുകളാണ്. ഇത് ഉപയോഗിച്ച് നമ്മളെ വീട്ടിൽ പണ്ട് മുറ്റത്തൊക്കെ മണ്ണിട്ട് കഴിഞ്ഞാൽ അടിച്ച് നിരപ്പാക്കാറുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ പാരന്റ്സിനോട് ചോദിച്ചാൽ മതി. ഇത് സൈക്കസിന്റെ മെയിൽ സ്ട്രൊബൈലസ് ആണ്. സ്ട്രൊബൈലസ് എന്ന് അതിന് പറയാം. ഓക്കെ. ഇത് ഫീമെയിൽ സ്ട്രൊബൈലസ് ആണ്. ഇത് രണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മെയിൽ സ്ട്രൊബൈലസ്, ഫീമെയിൽ സ്ട്രൊബൈലസ്. നിങ്ങൾ ഒന്ന് വീട്ടിന്റെ ചുറ്റിലും ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ജിംനോസ്പെർമിന്റെ റീപ്രൊഡക്ഷൻ നമ്മൾ പറയുമ്പോൾ ജിംനോസ്പെർംസ് ആർ ഹെട്രോസ്പോറസ്. എന്താണ് ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞാൽ? 2 ടൈപ്പ് സ്പോർ ഉണ്ടാവും. ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർ ആൻഡ് മെഗാസ്പോർ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാപ്ലോയിഡ് മൈക്രോസ്പോറും ഹാപ്ലോയിഡ് മെഗാസ്പോറും ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. സം ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പോറോഫിൽ. ഇപ്പൊ ഒരു റീപ്രൊഡക്ഷൻ സ്റ്റേജ് എത്തുന്ന സമയത്ത് ലീവ്സ് ഒരു സ്പോറോഫിൽ ആയിട്ട് മാറും. ദേ ആർ കോമ്പാക്ട്ലി ആൻഡ് സ്പൈറലി അറേഞ്ച്ഡ്. ഇതിന്റെ അറേഞ്ച്മെന്റ്സ് വളരെ രസകരമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോമ്പാക്ട് ആണ്. ദിസ് ഇസ് കോമ്പാക്ട്. അതേപോലെ സ്പൈറൽ ആയിട്ടായിരിക്കും ഇത് അറേഞ്ച് ചെയ്യുക. എലോങ് ആൻ ആക്സിസ് ഫോം എ ലാക്സ് ഓർ സ്ട്രൊബൈലസ് ഓർ കോൺ. ഒരു കോണിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്പൈറൽ ആയിട്ട് ഇത് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പറയുന്നത് ലാക്സ് എന്നാണ്. വാട്ട് ഇസ് ദാറ്റ്? ലാക്സ്. ഈ ലാക്സ് ഓർ സ്ട്രൊബൈല എന്ന് പേര് വരാൻ കാരണം അതുകൊണ്ടാണ്. ഇതിങ്ങനെ ചുറ്റിലും ഇങ്ങനെ വരഞ്ഞ് മുരുകിയിട്ടാണ് ഇത് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീട്ടിന്റെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ക്ലിയർലി സീ ദ സ്റ്റൈൽ ഓഫ് ദീസ് സ്ട്രൊബൈലസ്. ഓക്കെ. സോ ദിസ് ഇസ് ദ ജിംനോസ്പെർം. Regarding the reproduction, you can see the cycas and cycas male strobilus and cycas female strobilus. Clear? Clear ആണോ? ആ കോണം പരീക്ഷയ്ക്ക് ചിലപ്പം അത് വെച്ചിട്ട് എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഡ്രോ ചെയ്തേക്കുക, ഒരു റഫ് ഡ്രോയിങ്. വരച്ചോ? എഴുതിയ കുട്ടികളെ? ഇല്ല, ഒരു മിനിറ്റ്. ഹലോ, കഴിഞ്ഞു സാർ. ഓക്കെ. നമ്മൾ ഇതിന്റെ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മളിപ്പോ വരച്ചിരിക്കുന്ന ഒറിജിനൽ കോണിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ. ദിസ് ഇസ് കോൾഡ് സൈക്ലോയിഡ്. ഓക്കെ.
ദിസ് ഇസ് കോൾഡ് സൈക്കിൾ. നിങ്ങൾ വീട്ടില് എന്തെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലൈഡ് മാറിയിട്ട് ചെയ്യാം. ഇപ്പോഴോ ഫുള്ള് പോയി, ഇപ്പോൾ മാറിയില്ല. ഹലോ, ഇപ്പൊ കാണുന്നുണ്ടോ? ഹലോ, ഫുള്ള് പോയി. സ്ക്രീൻ ഓഫ് ആണ് സർ. ഒരു മിനിറ്റ്. നിങ്ങൾ അവിടെ തന്നെ ഡിസേബിൾ ആക്കിയിട്ടുണ്ട്. ഹലോ, അഡ്മിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഹലോ, ഹലോ, സാർ പറയണേ കേൾക്കുന്നുണ്ട്. ഹലോ. ആ അതെ, പക്ഷെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മള്. ഓക്കെ ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല സർ. ഉണ്ട്, വരണുണ്ട്. ഓക്കെ. വന്നിട്ടുണ്ടെങ്കിൽ പറയണം. ഹലോ, വന്നിട്ടില്ല. വന്നില്ല. ഇപ്പൊ വന്നു. ഇപ്പൊ വന്ന് സർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ഇല്ല. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും, ഈ രണ്ട് പിക്ചർ ഒന്ന് വരച്ചു വെക്കണം. ഇത് സ്ട്രോബൈലസ്, മെയിൽ സ്ട്രോബൈലസ് ആണ്, മെയിൽ കോൺ ആണ്. ഇത് ഫീമെയിൽ കോൺ ആണ്. ഓക്കെ. ഈ മെയിൽ കോൺ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇവിടെ മൈക്രോസ്പോറോഫിൽ ഉണ്ട്, പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ട്. മെയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാക്കുന്നതാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേര് മൈക്രോസ്പൊറാഞ്ചിയം എന്നാണ്. അപ്പൊ മൈക്രോസ്പൊറാഞ്ചിയം മൈക്രോസ്പോർ ഉണ്ടാക്കുന്നു. മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ പൊള്ളൻ ഗ്രെയിൻ ആണ്. മൈക്രോസ്പോറോഫിൽ എന്ന് പറഞ്ഞാൽ മൈക്രോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീഫിന്റെ പേരാണ് മൈക്രോസ്പോറോഫിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതെല്ലാം ലീഫ് മോഡിഫൈ ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മെയിൽ സ്ട്രോബൈലസ് ഒന്ന് ചിത്രം വരച്ചു വെക്കണം. ഇനി ഫീമെയിൽ കോൺ, ഇത് നിങ്ങൾ വരച്ചു വെച്ചാൽ വളരെ നന്നായി. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും പരീക്ഷയ്ക്ക് ഇത് വരാൻ സാധ്യതയുള്ളതാണ്. ഈ ചിത്രം വരച്ചിട്ട് നിങ്ങളോട് ഏതാണെന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് അതിന്റെ ഡീറ്റെയിൽ ആയിരിക്കുന്ന സ്ട്രക്ചറാണ്, കോണിന്റെ സ്ട്രക്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഡീറ്റെയിൽ ആയ സ്ട്രക്ചർ. ഇവിടെ വാസ്കുലാർ ബണ്ടിൽ കാണാം. എന്തിനാ വാസ്കുലാർ ബണ്ടിൽ? ഇതിന് കൊടുക്കാനുള്ള വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ആർക്കിഗോണിയം കാണാം. ദെൻ പ്രോതാലസ്, ന്യൂക്ലിയസ് ഓർ ന്യൂസെല്ലസ്, then archegonial chamber, then inner fleshy layer, pollen chamber, then stony layer, middle stony layer കാണാം, then outer fleshy layer കാണാം. ഇത്രയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ. ഇനി ഇവിടെ വളരെ ചെറിയൊരു കുഞ്ഞു പോർഷൻ കാണാം. ഇതിന്റെ പേര് ഫീമെയിൽ കോണിന്റെ മൈക്രോപൈൽ എന്നാണ്. ഇതിലൂടെയാണ് ഈ പൊള്ളൻ ഗ്രെയിൻസ് വരുന്നത്. സോ ദിസ് കോൺ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ഏരിയ പൊള്ളൻ ഗ്രെയിൻസിനെ കടത്തിവിടാനുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് പറയാം. ഒന്ന്, സ്പോറോഫിൽ ബിയർ സ്പൊറാഞ്ചിയ ഇൻ വിച്ച് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ്. സ്പോറോഫിൽ എന്ന് പറഞ്ഞാൽ മൈക്രോസ്പോറോഫിൽ ആണെങ്കിലും മെഗാസ്പോറോഫിൽ ആണെങ്കിലും സ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. സ്പോറോഫിൽസ് ആർ ഓഫ് ടു ടൈപ്പ്, രണ്ട് ടൈപ്പ് സ്പോറോഫിൽ ഉണ്ട്. ഒന്ന് മൈക്രോസ്പോറോഫിൽ, ഒന്ന് മെഗാസ്പോറോഫിൽ. ഇതാണ് മൈക്രോസ്പോറോഫിൽ, ഈ കാണുന്നതാണ് മെഗാസ്പോറോഫിൽ. ക്ലിയർ ആണോ? ഹലോ.
ഓക്കെ, ഒന്ന് പെട്ടെന്ന് വരച്ചു Picture കൂട്ടില്ല. പിക്ചർ വരയ്ക്കൂ കേട്ടോ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഇത് രണ്ടും എക്സാമിന് ചിത്രം വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. വരച്ചോ? അല്ല കുട്ടികൾ വരച്ചോ? സ്പീഡ് ആക്കണം, സ്പീഡ് സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് വന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇനി ഫസ്റ്റില് രണ്ട് സ്പോറോഫിൽ ഉണ്ട് നമുക്ക്. ഒന്ന് മൈക്രോസ്പോറോഫിലും മറ്റൊന്ന് മെഗാസ്പോറോഫിലും. ഇതാണ് മൈക്രോസ്പോറോഫിലിന്റെ ഒറിജിനൽ ചിത്രം. നിങ്ങൾ വീട്ടിൽ നോക്കിയാൽ മതി. ഇത് അതിന്റെ ഡയഗ്രമാറ്റിക് ആണ്, നമ്മൾ ഡയഗ്രാം വരച്ചതാണ് ഇതിന്റെ ബേസിൽ. ഇതാണ് മെയിൽകോൺ. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് കാണിക്കുന്നത്. ഇനി എന്താണ് മൈക്രോസ്പോറോഫിൽ? ദേ ആർ അറേഞ്ച്ഡ് ടു മെയിൽ സ്ട്രോബൈലസ്. ഇതിനെ മെഗിൽ സ്ട്രോബൈലസ് എന്ന് പറയാം, അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയേറ്റും എന്ന് പറയാം. രണ്ട് പേരുണ്ട്, ഒന്നുകിൽ മെയിൽ സ്ട്രോബൈലെ ഓർ മൈക്രോസ്പൊറാഞ്ചിയേറ്റ്. ദേ ബിയർ മൈക്രോസ്പൊറാഞ്ചിയ. ഇത് പ്രധാനമായിട്ടും മൈക്രോസ്പൊറാഞ്ചിയ ഉൽപ്പാദിപ്പിക്കും. ദ മൈക്രോസ്പോർസ് ഡെവലപ്പ് ഇൻ ടു മെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. മൈക്രോസ്പോർ മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. ഇറ്റ് ഈസ് ഹൈലി റെഡ്യൂസ്ഡ് ആൻഡ് കൺഫൈൻഡ് ടു ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ്. ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സെല്ലായിട്ട് റെഡ്യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഗ്യാമിറ്റോഫൈറ്റ് ഈസ് കോൾഡ് പോളൻ ഗ്രെയിൻ. അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മൈക്രോസ്പോറോഫിൽ റെഡ്യൂസ് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് ആയി മാറും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. ദ പോളൻ ഗ്രെയിൻസ് ആർ ഡെവലപ്ഡ് വിത്തിൻ ദ മൈക്രോസ്പൊറാഞ്ചിയ. പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത് മൈക്രോസ്പൊറാഞ്ചിയയിൽ നിന്നാണ്. അപ്പോൾ മൈക്രോസ്പോറോഫിൽ എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം, മെയിൽ സ്ട്രോബൈലൈ ഓർ മൈക്രോസ്പൊറാഞ്ചിയ. അത് മൈക്രോസ്പൊറാഞ്ചിയ ഉൽപ്പാദിപ്പിക്കും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ആണ്. അപ്പൊ മൈക്രോസ്പോറോഫിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും എന്ന് തന്നെയെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കണം. ടേക്ക് ഡൗൺ. വളരെ പെട്ടെന്ന് ഇത് മാത്രം എഴുതി വെക്കൂ, ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം എഴുതിയാൽ മതി പെട്ടെന്ന്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? ഒന്നുമില്ല. അപ്പൊ നമുക്കറിയാം ജിംനോസ്പേമിൽ റീപ്രൊഡക്ഷനിൽ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ഒന്ന് മൈക്രോസ്പോറോഫിലും ഒന്ന് മെഗാസ്പോറോഫിലും. മൈക്രോസ്പോറോഫിൽ എന്ന് പറയുന്നത് മൈക്രോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ഇതാണ് ആ സാധനം. ഇത് വലിയ കോണായിട്ടാണ് ഉണ്ടാവുക. ഈ കോണിന്റെ ഉള്ളിൽ ഉള്ള വളരെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ് ഇതെല്ലാം.
ഇതിനുള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് മൈക്രോസ്പോർ ഉണ്ടാവും. ഈ മൈക്രോസ്പോറിന് പറയുന്ന പേരാണ് പൊളങ്ക്രെയിൻ. അപ്പൊ മൈക്രോസ്പോറോഫിൽ എന്ന് പറഞ്ഞാല് മെയിൽ ഗ്യാമൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അതിന്റെ വേറൊരു പേരാണ് പൊളങ്ക്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർ. ക്ലിയർ? ഓക്കെ, പെട്ടെന്ന് വരിക്കട്ടെ, പെട്ടെന്ന് എഴുതും. എഴുതിയോ കുട്ടികളെ? ഓക്കെ. Now another one, മെഗാസ്പോറോഫിൽ. ഇത് നമുക്ക് പരിചയമുള്ള ആളാണ് മെഗാസ്പോറോഫിൽ. നമ്മൾ വീട്ടിൽ കാണുന്ന എന്ത് എന്ന് പറയുന്നത് മെഗാസ്പോറോഫിലാണ്. സ്ലൈഡ് മാറിയിട്ടില്ലേ? ഓക്കെ, മാറിയല്ലോ അല്ലേ? ഓക്കെ. They are arranged to female strobili. അപ്പൊ നമ്മൾ നേരത്തെ മെയിൽ സ്ട്രോബൈല എന്ന് പറയും, ഇവിടെ നമ്മൾ ഫീമെയിൽ സ്ട്രോബൈല എന്ന് പറയും. അതിന് വേറൊരു പേരുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മാക്രോസ്പൊറാഞ്ചിയേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ മൈക്രോസ്പൊറാഞ്ചിയേറ്റ് എന്നായിരുന്നു. They bear മെഗാസ്പൊറാഞ്ചിയ. ഇവിടെ എന്ത് ചെയ്യും? ഇത് നേരത്തെ മൈക്രോസ്പോറിന് പകരം ഇവിടെ മെഗാസ്പോർ ഉണ്ടാവും, അല്ലെങ്കിൽ പറയുന്നത് ഓവ്യൂൾ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കണം, അവിടെ മൈക്രോസ്പൊറാഞ്ചിയ ആയിരുന്നു, മൈക്രോസ്പോർ ആയിരുന്നു. ഇവിടെ അത് മെഗാസ്പൊറാഞ്ചിയ ആവും, മെഗാസ്പോർ, ഓർ വി ക്യാൻ സേ ദാറ്റ് ഓവ്യൂൾ. മെഗാസ്പൊറാഞ്ചിയം മെയിൻലി കൺസിസ്റ്റ് ഓഫ് എ ബോഡി കോൾഡ് ന്യൂസെല്ലസ്. ഇതിന്റെ ഉള്ളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡി ഉണ്ട്, അത് ന്യൂക്ലിയസ് അല്ല, ന്യൂസെല്ലസ് എന്നാണ് വായിക്കേണ്ടത്. എന്താണ്? എന്താണ് ന്യൂസെല്ലസ്? ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എൻവലപ്പ്. അതായത് ന്യൂസെല്ലസ് എന്ന് പറയുന്നത് മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡി സെല്ലാണ്. അതാണ് ന്യൂസെല്ലസ്. അത് ആരുമായിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് ലെയർ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. The megaspore mother cell is differentiated from a cell of the nucellus. Megaspore mother cell വളരെ ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. So we can say that the megaspore mother cell is differentiated from a cell of the nucellus. അപ്പൊ ന്യൂസെല്ലസിന്റെ ഉള്ളിൽ നിന്നാണ് മെഗാസ്പോർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അപ്പൊ ന്യൂസെല്ലസ് എന്ന് പറയുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. ആ ന്യൂട്രിറ്റീവ് ടിഷ്യൂവിൽ നിന്നാണ് മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുന്നത്. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നാണ് മെഗാസ്പോർ ഉണ്ടാവുന്നത്. അത് നിങ്ങൾ അറിയും. അപ്പൊ ഒന്നുമില്ല, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പേരാണ് മെഗാസ്പോറോഫിൽ. ഈ മെഗാസ്പോറോഫിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ ഉണ്ടാവുന്നത് ഫീമെയിൽ കോണിൽ നിന്നാണ്. അവിടെ മെഗാസ്പൊറാഞ്ചിയ ഉണ്ട്. മെഗാസ്പൊറാഞ്ചിയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മെഗാസ്പോർ ഉണ്ടാവുന്നത്. മെഗാസ്പൊറാഞ്ചിയം ഉണ്ടാവുന്നത് ന്യൂസെല്ലസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലിൽ നിന്നാണ്. ഈ ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ന്യൂട്രിറ്റീവ് സെല്ലാണ്. ഈ സെല്ലിൽ നിന്നാണ് മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുന്നത്. ഈ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നാണ് പിന്നീട് മെഗാസ്പോർ ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മളിപ്പോ പറയുന്നത് മെഗാസ്പോറോഫിൽ എന്ന് പറയുന്ന ജിംനോസ്പെർമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ആണ്. മെഗാസ്പോറോഫിൽ എന്ന് പറയുന്ന വേറൊരു പേര് ഫീമെയിൽ സ്ട്രോബൈലസ് എന്നാണ്, അല്ലെങ്കിൽ മാക്രോസ്പൊറാഞ്ചിയ എന്നും പറയാറുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഗാസ്പൊറാഞ്ചിയ ആണ്. ഈ മെഗാസ്പൊറാഞ്ചിയക്ക് പറയുന്ന വേറൊരു പേര് ഓവ്യൂൾ എന്നാണ്. ഈ പറയുന്ന സെല്ലിന്റെ ഉള്ളിൽ ഇത് ഓവ്യൂൾ ആണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ ചിത്രം വരച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ ന്യൂസെല്ലസിൽ നിന്നാണ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത്. ന്യൂസെല്ലസ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആർക്കിഗോണിയൽ ചാമ്പർ. ആർക്കിഗോണിയ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. ആർക്കിഗോണിയ, ഡോണ്ട് റിമെമ്പർ ആർക്കിഗോണിയ. അപ്പൊ ഇവിടെ നിന്ന് ഇത് ഉണ്ടാവാൻ കാരണം ഈ പറയുന്ന ന്യൂസെല്ലസിലെ ചില സെല്ലുകൾ മോഡിഫൈ ചെയ്തിട്ട് മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവുകയും ആ മെഗാസ്പോർ മദർ സെല്ല് പിന്നീട് എന്തായി മാറും? വളരെ പ്രധാനപ്പെട്ട മെഗാസ്പോർ ആയി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന പോർഷൻ ഇത്രമേൽ പ്രാധാന്യം ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? എഴുതി കഴിഞ്ഞോ?
എഴുതിയോ? ആരെങ്കിലും ഒരാൾ പറയൂ എഴുതിയോന്ന്. ആ Yes, sir. ഓക്കെ, ഇനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ ചിത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ന്യൂസ് എൽഎസ് ഉള്ളത്. നോക്കൂ നിങ്ങൾ ന്യൂസ് എൽഎസ് കുട്ടികളെ, ഇതാ നിങ്ങളെ ന്യൂസ് എൽഎസ് ഇവിടെ കാണുന്നുണ്ടോ? ന്യൂസ് എൽഎസ് ക്ലിയർ ആണോ? കർസർ നീങ്ങുന്നത് കണ്ടോ? ഓക്കെ, എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് ടു ഫോം 4 മെഗാസ്പോർ. അപ്പൊ ന്യൂസ് എൽഎസിന്റെ ഉള്ളിൽ ഒരു മെഗാസ്പോർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മെഗാസ്പോർ മദർ സെൽ എന്താവും? ഒരു മിയോസിസ് നടത്തും. ഒരു സെല്ല് മിയോസിസ് നടന്നാൽ 4 സെൽ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് നമ്മൾ പറയുന്നത് 4 മെഗാസ്പോർസ് എന്നാണ്. വൺ ഓഫ് ദ മെഗാസ്പോർ എൻക്ലോസ്ഡ് വിത്തിൻ ദ മെഗാസ്പൊറാഞ്ചിയം. ഒരു മെഗാസ്പോർ മെഗാസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് ഉള്ളത്. അതായത് വൺ ഓഫ് ദ മെഗാസ്പോർ എൻക്ലോസ്ഡ് വിത്തിൻ ദ മെഗാസ്പൊറാഞ്ചിയം, ദാറ്റ് ഈസ് കോൾഡ് ന്യൂസെല്ലസ്, which develop into new multicellular female gametophyte that bears 2 or more archegonia. മറന്നു പോകരുത്. അപ്പൊ ആദ്യം തന്നെ ഒരു മെഗാസ്പോർ മദർ സെൽ ഉണ്ടാവും. ആ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് വിധേയമാവും. എന്നിട്ട് 4 സെല്ല് ഉണ്ടാവും. അതിൽ ഒരു സെല്ല് എന്താവും? കുറച്ചുകൂടി മോഡിഫൈഡ് ആവും. ആ മോഡിഫൈഡ് ചെയ്യുന്ന സെല്ല് വളർന്നിട്ട് എന്തായി മാറും? ഒരു ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ആവും. ആ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് 2 പ്രധാനപ്പെട്ട ആർക്കിഗോണിയനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ആർക്കിഗോണിയ. ക്ലിയർ ആവുന്നുണ്ടോ? കാണുന്നുണ്ടോ? ക്ലിയർ ആണോ വീട്ടിലെ? The multicellular female gametophyte is also retained within the megasporangium. അപ്പൊ ഈ പറയുന്ന മൾട്ടി സെല്ലുലാർ ആയിരിക്കുന്ന സ്ട്രക്ചർ ഒരുപാട് കാലം ഈ പറയുന്ന ഈന്തിന്റെ കൂടെ തന്നെ നിൽക്കും. അത് നമ്മൾ കാണുന്നതാണ്. ഈന്ത് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ അത് ഉണ്ടാവും. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് മെഗാസ്പൊറാഞ്ചിയമാണ്. മെഗാസ്പൊറാഞ്ചിയം ആദ്യം തന്നെ മ്യൂസസിന് വിധേയമാവുകയും മ്യൂസസിന് വിധേയമായതിന്റെ ഭാഗമായിട്ട് 4 സെല്ല് ഉണ്ടാവുകയും ചെയ്യും. ആ 4 സെല്ലിലെ ഒരു സെല്ല് കുറച്ചുകൂടി വലുതാവുകയും അതിൽ ഡിവിഷൻ നടന്നിട്ട് എന്തായി മാറും? അത് ആർക്കിഗോണിയായി മാറും. എത്ര ആർക്കിഗോണി ഉണ്ടാവും? 2 ആർക്കിഗോണി ഉണ്ടാവും. ഈ 2 ആർക്കിഗോണിയ സ്വാഭാവികമായിട്ടും അവിടെ വലുതാവുകയും അത് ഈ പറയുന്ന ഈന്തിന്റെ കായന്റെ കൂടെയായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയാം ദ മൾട്ടി സെല്ലുലാർ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഈസ് ആൾസോ റീറ്റെയിൻഡ് വിത്തിൻ മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയത്തിന്റെ കൂടെ തന്നെ ഒരുപാട് കാലം റീറ്റെയിൻ ചെയ്യാൻ നിലനിൽക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്താണ്, മെഗാസ്പൊറാഞ്ചിയം എന്താണ് മിയോസിസ്, എന്താണ് മെഗാസ്പോർ മദർ സെൽ, ഇനി എങ്ങനെയാണ് ആർക്കിഗോണി ഉണ്ടായത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുക. നേരത്തെ നിങ്ങൾ ഈ ഓവിയുള്ള ചിത്രം വരച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വരയ്ക്കാം, നേരത്തെ ആരെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ. കാരണം ഈ ചിത്രത്തിന്റെ പ്രത്യേകത, ഇത് എൻട്രൻസ് പരീക്ഷയ്ക്ക് പോലും ഈ ചിത്രം വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നിങ്ങൾ പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ഈ പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങളുടെ ആ പോർഷൻ അടയാളപ്പെടുത്താൻ പറയാറുണ്ട്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇത് വരച്ചെടുക്കണം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? Yes, sir. ഓക്കെ.
കുട്ടികൾ വരച്ചോ? അർച്ചന വരച്ചോ? അർച്ചന അല്ലേ? അർച്ചന. വരച്ചോണ്ടിരിക്കുക സാർ. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ് സാർ. ഓക്കെ ഓക്കെ. അർച്ചന ഏത് സ്കൂളാണ് പഠിക്കുന്നത്? പൂക്കർത്തറ. ഓക്കെ ഓക്കെ. ക്ലാസ് തുടങ്ങിയോ സ്കൂള്? ഹലോ, സാർ. ക്ലാസ് തുടങ്ങിയോ? പ്ലസ് 1 ക്ലാസ് തുടങ്ങിയോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. വരച്ചോ കുട്ടികളെ? എഴുതിയോ? വരച്ചോ? കുട്ടികളെ വരച്ചോ? ഓക്കെ ഓക്കെ. ഓക്കെ, സ്ലൈഡ് മാറിയിട്ടുണ്ടല്ലോ അല്ലേ? മാറി. മാറിയില്ലേ? ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ മാറിയോ? ഇപ്പൊ ചേഞ്ച് ആയിട്ടില്ലേ? ഓക്കെ. Now, the male or female cones may be born on the same tree. ഇപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചില പ്ലാന്റിൽ മെയിലും ഫീമെയിലും ഒരേ പ്ലാന്റിൽ ഉണ്ടാവും ചില സ്ട്രക്ചർ. എക്സാമ്പിൾ പൈനസ് ഓർ ഓൺ ഡിഫറെന്റ് ട്രീസ് സൈക്കസ്. അത് എൻട്രൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ജിംനോസ്പെർമിൽ മെയിലും ഫീമെയിലും ഒരേപോലെ കാണപ്പെടുന്ന മരം ഏതാണ്, ട്രീ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. ഒന്നുകിൽ പൈനസ് ആണ് അല്ലെങ്കിൽ സൈക്കസ് ആണ്. സോ ദ പോയിന്റ് ഈസ് മെയിൽ കോണും ഫീമെയിൽ കോണും ചിലപ്പം ഡിഫറെന്റ് ആയ പ്ലാന്റിൽ ഉണ്ടാവും, ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, വ്യത്യസ്ത പ്ലാന്റിൽ ഉണ്ടാവുക. ഉദാഹരണം സൈക്കസ്. അതേസമയം ഒരു പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലും കാണുന്നത് എവിടെയാണ്? പൈനസിലാണ്. അൺലൈക്ക് ബ്രയോഫൈറ്റിൽ നിന്ന് വ്യത്യസ്തമായി ടെറിഡോഫൈറ്റ്, in gymnosperm the male and the female gametophyte do not have an independent free living existence. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ഒക്കെ ഈ പറയുന്ന ഗാമിറ്റോഫൈറ്റിനും സ്പോറോഫൈറ്റിനും ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ജീവിതമല്ല. എല്ലാ ആളുകളും ഒരു സ്ഥലത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ദ റിമെയിൻ വിത്തിൻ ദ സ്പൊറാഞ്ചിയ റീറ്റെയിൻ ഓൺ ദ സ്പോറോഫൈറ്റ്. അപ്പൊ ഗ്യാമിറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് ഒക്കെ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കാലം ജീവിക്കും. അല്ലാതെ ഇവർ പുറത്തു പോയിട്ട് കുറച്ചു കാലം വെള്ളത്തിൽ ജീവിക്കുന്ന പരിപാടി ഒന്നും ഇവർക്കില്ല. അതുകൊണ്ട് ഇത് എവല്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിമാർക്കബിൾ പോയിന്റ് ആണ്. ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ഒന്നും കാണാത്ത ഒരു ഇൻഡിപെൻഡൻസി എന്ന് പറയുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, എല്ലാം കൊണ്ടും എല്ലാ ആളുകളെയും ഒന്നിച്ചു കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് കൂടി ജിംനോസ്പെർമിനുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുക ഇത് വളരെ പ്രധാനമായിട്ടും ഒരു ട്രാൻസിഷൻ ആണ്. അതായത് ബ്രയോഫൈറ്റിൽ ഇല്ലാത്ത, ടെറിഡോഫൈറ്റിൽ ഇല്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു റീപ്രൊഡക്റ്റീവ് ക്യാരക്ടർ കാണിക്കുന്ന, റീപ്രൊഡക്റ്റീവ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാണിക്കുന്ന ഒരാള് കൂടിയാണ് ജിംനോസ്പെർം. ഓക്കെ, ജസ്റ്റ് ഒരു ജനറൽ പോയിന്റ് ആണ്. പക്ഷെ അത് വളരെ പ്രധാനമായിട്ടും പരീക്ഷയ്ക്കും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഓർത്ത് വെക്കേണ്ട ഒന്നുകൂടിയാണ്. അത് ഒന്നുമില്ല, പോയിന്റ് ഇത്രയേ ഉള്ളൂ. ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും ഉള്ളതുപോലെയുള്ള ഗ്യാമിറ്റോഫൈറ്റിന് വേറൊരു ലൈഫ്, സ്പോറോഫൈറ്റിന് വേറൊരു ലൈഫ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഗ്യാമിറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഒക്കെ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, പെട്ടെന്ന് എഴുതൂ.
എഴുതിയോ? യെസ് സർ കഴിഞ്ഞു. ഓക്കെ, ഗുഡ്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഒരു റീപ്രൊഡക്റ്റീവ് ലൈഫ് കാണിക്കുകയാണ് ഞാനിവിടെ. നിങ്ങൾ നോക്കൂ എന്തൊക്കെ ആൾക്കാരുള്ളത്. 2 പ്രധാനപ്പെട്ട സ്റ്റേജിലാണ് ലൈഫ് സൈക്കിൾ കാണിക്കുന്നത്. ഇത് ഈ പ്ലാന്റ് സ്പോറോഫൈറ്റ് ആണ്, കാരണം അവിടെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ 2 രീതിയിലാണ് കാണുന്നത്. നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് ഒന്ന്, രണ്ടാമത്തത് നിങ്ങൾക്ക് പൊള്ളൻഗ്രൈൻസ് മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്നുണ്ടാവും. അതേസമയം മെയിൽ കോൺ ഓവ്യൂള് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ പൊള്ളൻഗ്രൈൻസിൽ നിന്ന് നമുക്കറിയാം മെയിൽ സ്പോറ ഉണ്ടാവും, അല്ലെ മൈക്രോസ്പോർ. ദെൻ ഇവിടെ നിന്ന് നമ്മൾ ഓവ്യൂൾ ഉണ്ടാവും. ഇത് രണ്ടും ഫ്യൂസ് ചെയ്യും, അല്ലെ? ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സൈഗോട്ട് ആയി. ആ സൈഗോട്ട് നമ്മൾ പറയുന്നത് എഗ് ഫ്യൂസ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് ഇത് പോകും. അപ്പൊ ഈ ഏരിയ വരെയുള്ള നിങ്ങൾ ഓക്കെ ആണെന്ന് പറയണം. അതായത് ഇതൊരു ജിംനോസ്പെം പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൽ നിന്ന് നമുക്ക് 2 പ്രധാനപ്പെട്ട ആളുണ്ടാവും. ഒന്ന് മെയിൽ, മറ്റൊന്ന് ഫീമെയിൽ കോണിൽ നിന്ന് ഓവ്യൂൾ ഉണ്ടാവും. മെയിൽ കോണിൽ നിന്ന് പൊള്ളൻഗ്രൈൻസ് ഓർ സ്പൊറാഞ്ചി ഉണ്ടാവും, അല്ലെങ്കിൽ മൈക്രോസ്പോർ ഉണ്ടാവും. ഇതാണ് മൈക്രോസ്പോർ. ഓക്കെ, മൈക്രോസ്പോറോസൈറ്റ് എന്നും പേര് പറയാറുണ്ട്. മൈക്രോസ്പോറോസൈറ്റ് ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഇത് ഓവ്യൂൾ ആണ്, അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം ഓർ മെഗാസ്പോറോസൈറ്റ് ഇൻഡെഗ്മെന്റ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4 സെല്ലുള്ള ഒന്നായിട്ട് മിയോസിസ് നടത്തും. അപ്പൊ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാണ്, ആ ഒന്ന് പിന്നെയും 4 ആവും. ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ 4 ആയിട്ട് എന്ത് സംഭവിക്കും നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ഇവിടെ കാണാം. സി, ദിസ് ഇസ് ദ സ്ട്രക്ചർ. ഇതെന്തായി മാറും? ഓട്ടോമാറ്റിക്കലി 2 ആർക്കിഗോണിയമായി മാറും. നേരത്തെ ഞാൻ പറഞ്ഞത് 2 ആർക്കിഗോണിയമാവും. ഈ 2 ആർക്കിഗോണിയം എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി സ്പെർം ആവും. Then we can say that ഇത് മൈക്രോസ്പോർ വളരെ ക്ലിയർ ആയിക്കൊണ്ട് മുമ്പോട്ട് പോയിട്ട് ഇവിടെ വെച്ചിട്ട് വീണ്ടും ഒരു ഫെർട്ടിലൈസേഷൻ നടത്താം. അപ്പൊ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആവരുത്. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഉണ്ട്, മെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പറഞ്ഞിരുന്നു, അല്ലെ? ന്യൂസെല്ലസ്. ഈ പറയുന്ന ഓവ്യൂളിന്റെ ഉള്ളിലെ ന്യൂസെല്ലസ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലേക്ക് കടക്കും. എന്താണ് ആ സ്റ്റേജ്? അവിടെ ഒരു മെഗാസ്പോർ മദർ സെല്ലുണ്ട്. ഈ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് എന്തുണ്ടാവും? മിയോസിസ് നടന്നിട്ട് അവിടെ 4 പ്രധാനപ്പെട്ട സെല്ലുണ്ടാവും. ഇതാണ് ആ 4 പ്രധാനപ്പെട്ട സെല്ല്. ഈ 4 സെല്ലിൽ ഒരു സെല്ല് മാത്രം ആക്റ്റീവ് ആയിട്ട് എന്തുണ്ടാവും? 2 പ്രധാനപ്പെട്ട ആർക്കിഗോണിയം ഉണ്ടാവും. അപ്പൊ ആർക്കിഗോണിയം യഥാർത്ഥത്തിൽ എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. അപ്പൊ ആ ആർക്കിഗോണിയത്തിന്റെ സെല്ലിന്റെ ക്രോമസോം നമ്പർ N ആണ്, ഹാപ്ലോയിഡ് ആണ്. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ ഒരു ഭാഗത്ത് മൈക്രോസ്പോർ ഉണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോർമലി മനസ്സിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാനുള്ളത്, നോർമലി മെയിൽ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് പൊള്ളൻഗ്രൈൻസ് ആണ്. ഇത് ചിലപ്പോൾ 4ഓ 5ഓ ഉണ്ടാവും. ഈ പൊള്ളൻഗ്രൈൻസിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? മെയിൽ ഗ്യാമേറ്റ് ആയി മാറും. അപ്പൊ ഒരു ഭാഗത്ത് ഫീമെയിൽ ഗ്യാമേറ്റ്, ഒരു ഭാഗത്ത് മെയിൽ ഗ്യാമേറ്റ്, ദാറ്റ് ഈസ് പൊള്ളൻഗ്രൈൻസ്. ഇത് രണ്ടും കൂടി ഫെർട്ടിലൈസ് ചെയ്യും. ഫെർട്ടിലൈസ് ചെയ്തിട്ട് എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. Zygote develop into the seed develop into another important plant. പുതിയ ഒരു ഈന്തിന്റെ തൈ ഉണ്ടാവും. So this is the normal life cycle of gymnosperm. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, the pollen grains released from the microsporangium. ഇതാണ് മൈക്രോസ്പൊറാഞ്ചിയം. ഇവിടെ നിന്ന് pollen grains റിലീസ് ചെയ്യും. Are carried in air current and meet the opening of the ovule. അപ്പൊ ഇതിങ്ങനെ എയറിലൂടെ ഇങ്ങനെ നടന്നു പോകും. എയറിലൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയും മൈന്യൂട്ടായ ഒന്നാണ്. പക്ഷെ അത് അവസാനം എന്ത് ചെയ്യും? ഈ ഓവ്യൂളിനെ കണ്ടുമുട്ടും. The pollen tube carrying the male gametophyte grows toward the archigonia in the ovule and discharges their content near the mouth of the archigonia. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓവ്യൂളിന്റെ അവിടെ ഒരു മൈക്രോപൈലാർ എൻഡ് ഉണ്ട്. ആ മൈക്രോപൈലാർ എൻഡ് വഴി ആര് എങ്ങോട്ട് പോകും? പൊള്ളൻഗ്രൈൻസ് ഉള്ളിലോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ കാണുന്ന ഈ പറയുന്ന ആർക്കിഗോണിയത്തിനെ കാണുകയും അവിടെ വെച്ചിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്യും. After fertilization, zygote develop into embryo and the ovule into the seed. അങ്ങനെ എടുത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം മൈക്രോസ്പോറും മെഗാസ്പോറും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഇവിടെ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ട് ഡെവലപ്പ് ഇൻറ്റു ന്യൂ സ്പോറോഫൈറ്റിക് ജിംനോസ്പെർം. അതിൽ നിന്ന് അത് ഓവ്യൂൾ ഉണ്ടാവും. ഓവ്യൂൾ പിന്നെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സീഡായി മാറും, അല്ലെ? എംബ്രിയോ ആൻഡ് ദ ഓവ്യൂൾസ് ടു സീഡ്. അപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്തിട്ട് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടും പുതിയൊരു പ്ലാന്റ്. ഇതാണ് ജിംനോസ്പെർമിന്റെ റീപ്രൊഡക്ഷന്റെയും ലൈഫ് സൈക്കിളിന്റെയും പ്രധാനപ്പെട്ട ഒരു ചിത്രം. കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും, കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അതേസമയം നിങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മെയിലും ഫീമെയിലും സ്ട്രക്ചർ ഉണ്ട്. മെയിലിൽ നിന്ന് മൈക്രോസ്പോർ ഓർ പൊളഗ്രേസ് ഉണ്ടാവും, ഫീമെയിലിൽ നിന്ന് മെഗാസ്പോറും ഉണ്ടാവും. അതാണ് സിമ്പിൾ പോയിന്റ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് അത് രണ്ടും ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ടും അതേപോലെ ഓവ്യൂളും ഫ്യൂസ് ചെയ്യും. ഓവ്യൂൾ ഫ്യൂസ് ചെയ്ത് സീഡ് ഉണ്ടാവും. അതിന് രണ്ടാളുടെയും ഒന്നിച്ചുകൊണ്ട് പുതിയ ഒരു പ്ലാന്റിനെ ഉൽപ്പാദിപ്പിക്കും. അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വരച്ചു വെച്ചതും പറഞ്ഞതും. അപ്പൊ നിങ്ങൾ ആദ്യം ജിംനോസ്പെർമിന്റെ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ലൈഫ് സൈക്കിൾ ഓഫ് ജിംനോസ്പെർം ചിത്രം വരച്ചു വെക്കണം. അതിനുശേഷം ഇത് എഴുതിയെടുക്കുകയും ചെയ്യണം. പ്ലീസ്. ക്ലിയർ ആവുന്നുണ്ടായിരുന്നോ? ഹലോ ഹലോ ഫിദ. Yes. ഓക്കെ, പെട്ടെന്ന് വരച്ചോക്കൂ, പെട്ടെന്ന് വരച്ചോക്കൂ. കുട്ടികൾ വരച്ചോ? ഹലോ ലിയാന, ലിയാന വരച്ചോ? ലിയാന, ഹന ഉണ്ടോ? ഹന. സാറേ വരച്ചു കഴിഞ്ഞില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായിരുന്നോ? ഏ ഹന, ഹന, യെസ് സർ. ഹന മനസ്സിലായിരുന്നായിരുന്നോ? ആ സർ വർക്ക് ഉണ്ട്. ആ ഓക്കെ ഓക്കെ, പെട്ടെന്ന് വരയ്ക്കൂ കേട്ടോ. ഓക്കെ സർ. ഇത് വരച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പൊ നമ്മൾ 8 മണിക്ക് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ന് രാത്രി ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം, എന്നാലേ അത് ക്ലിയർ ആവും. നിങ്ങൾ ജസ്റ്റ് ഇന്ന് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ബുക്കിലുള്ളത് നോക്കിയിട്ട് വരച്ച് വെച്ചാലേ വരയ്ക്കണം. 1-2 പ്രാവശ്യം വരച്ചു നോക്കിയാലേ അത് ക്ലിയർ ആവും.
കുട്ടികൾ വരച്ചോ? ഓക്കെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഒന്ന് പോയിട്ട് ഒരു കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് നോക്കണം, എങ്കിൽ മാത്രമേ അത് ക്ലിയർ ആവും. അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആവും. അതിന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഇന്ന് ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തല്ല ഉള്ളത്, അതുകൊണ്ടാണ് ചില നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായത്. എനിവേ നിങ്ങൾ ഫോളോ ചെയ്യുന്നു വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ Yes, sir. ഓക്കെ.